ഹായ് മൈ ഡിയർ ഫ്രണ്ട്സ്, ഞങ്ങളുടെ സൂപ്പർ വുമൺ 369 ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് ഈ വീഡിയോയിൽ കാണിക്കുന്നത് ഒരു ഏത്തയ്ക്കാപ്പമാണ്. അതിന് വേണ്ടിയിട്ട് ഞാനൊരു 4-5 ഏത്തയ്ക്ക എടുത്തിട്ടുണ്ട്. അതൊരു 2-3 തരത്തിലാണ് ഞാൻ ഉണ്ടാക്കാമെന്ന് വിചാരിക്കുന്നത്. അത് ഇതുപോലെ തൊലി കളയാതെ തന്നെ 4ആയിട്ട് കീറിയെടുക്കുകയാണ് ഞാൻ. ഇതിൻ്റെ പുറം തൊലി കളയാതെ തന്നെ കഴുകണം. നല്ലവണ്ണം കഴുകിയതിന് ശേഷം വേണം ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാൻ. 2ആയിട്ട് മുറിച്ചതിന് ശേഷം പിന്നെ അത് 4ആയിട്ട് കീറിയെടുക്കുകയാണ്. അപ്പോൾ ഏകദേശം ഒരേ വലുപ്പത്തിലുള്ള പീസസ് നമുക്ക് കിട്ടും. തൊലി കളഞ്ഞിട്ട് നമ്മളിത് കട്ട് ചെയ്യുന്ന ഉടനെ ഒരു വഴുവഴുപ്പുള്ളത് കൊണ്ട് അത് ശരിയായിട്ട് അത് കട്ടായി കിട്ടത്തില്ല. തൊലി കളയാതെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് നമുക്ക് കിട്ടുന്നത്. ഇപ്പോൾ ഇത് കണ്ടില്ലേ, ഏകദേശം എല്ലാം ഒരേ വലുപ്പത്തിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിന് വേണ്ടിയിട്ടൊരു ബാറ്റർ ഉണ്ടാക്കാം. അതിന് 1 കപ്പ് മൈദയാണ് ഞാൻ ബൗളിലേക്ക് ഇട്ട് കൊടുത്തത്. പിന്നെ 1 ടീസ്പൂൺ എള്ള ഇട്ട് കൊടുത്തു. പിന്നെ അതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു. പിന്നെ അതിനകത്തിലേക്ക് 1 ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുത്തു. 1 ടീസ്പൂൺ ജീരകമാണ് ഇട്ട് കൊടുത്തത്. പിന്നെ അതിനകത്തിലേക്ക് ഒരു 1/2 കപ്പ് കോൺഫ്ലോറും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിനകത്തിലേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതായത് ഏകദേശം ഒരു 1/4 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുത്തു. എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം അതിനകത്തിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തു. ഏകദേശം ഒരു കപ്പോളം തന്നെ വെള്ളം അതിനകത്തിലേക്ക് ചേർത്ത് കൊടുത്തു. എന്നിട്ടിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തു. കട്ടയൊന്നും കെട്ടാതെ നന്നായിട്ട് കുഴച്ചെടുക്കണം. കാരണം മൈദ ഉള്ളതുകൊണ്ട് കട്ട പിടിക്കാനുള്ള സാധ്യതയുണ്ട്. ഇങ്ങനെ വലിഞ്ഞ് കിടക്കും. അതുകൊണ്ട് അത് നല്ലവണ്ണം ഞെരടി നല്ലവണ്ണം സ്മൂത്താക്കണം. ഒരു 2 നുള്ള ബേക്കിംഗ് സോഡയും കൂടെ ചേർത്ത് കൊടുക്കും. എന്നിട്ട് ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഏത്തപ്പഴം ഓരോ പീസും എടുത്ത് മുക്കിയതിന് ശേഷം ആദ്യം ബ്രെഡ് ക്രംസിലാണ് ഞാൻ മുക്കിയെടുത്തത്. ഇങ്ങനെ കുറച്ച് അത് കംപ്ലീറ്റ് കവർ ചെയ്യത്തക്കൊണ്ട് ആക്കി. അങ്ങനെ ഒരു 4-5 പീസ് ഞാൻ അങ്ങനെ എടുത്തു. അങ്ങനെ ഞാനൊരു 4-5 പീസും ബ്രെഡ് ക്രംസിൽ മുക്കി റെഡിയാക്കി. പിന്നെ ഞാൻ കുറച്ച് റവ എടുത്തു. പിന്നെ ഇതുപോലെ മൈദയിൽ ഏത്തപ്പഴം മുക്കിയതിന് ശേഷം ഓരോ പീസും റവയിലും കൂടെ കോട്ട് ചെയ്തെടുത്തു. അങ്ങനെ ഒരു 4-5 പീസ് എടുത്തു. ഇപ്പോഴതും കംപ്ലീറ്റ് ഞാൻ റെഡിയാക്കി കഴിഞ്ഞു. അത് ഓരോന്നും ഇനിയും എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇനി ബാക്കിയുള്ള ഏത്തപ്പഴം മുഴുവൻ ഞാൻ മൈദയിൽ തന്നെ മുക്കി അങ്ങ് മൂപ്പിച്ചു. നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന ഏത്തയ്ക്കാപ്പം പോലെ ഒരിച്ചിരി വെറൈറ്റി ആയിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു കുട്ടികൾക്ക്. അത്രയേ ഉള്ളൂ. അപ്പോൾ ബ്രെഡ് ക്രംസിലും റവയിലും പിന്നെ മൈദ മാത്രമായിട്ടും ഉണ്ടാക്കിയെടുത്തു 3 ടൈപ്പിൽ. അപ്പോൾ എൻ്റെ കൂട്ടുകാരെ, എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. അതുപോലെ എൻ്റെ ഈ ചാനൽ ആദ്യമായി കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക, ഓൾ എന്ന ഓപ്ഷൻ കൂടി എനേബിൾ ആക്കുക. ഓക്കെ. അതുപോലെ ഓൺ ദ സ്പോട്ടിൽ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും അടുത്ത വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ. ഓക്കെ. പിന്നെ ഈ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ. അതുപോലെ ഗ്രൂപ്പുകളൊക്കെ ഉണ്ടാവുമല്ലോ, അതിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ. ഇത് നമുക്ക് സിമ്പിളായിട്ട് വേഗം കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്നൊരു പലഹാരമാണ്. പഴംപൊരി അല്ലെങ്കിൽ ഏത്തയ്ക്കാപ്പവും എന്നൊക്കെ പറയുന്ന ഈ പലഹാരം ഈസി ആയിട്ട് നമുക്കുണ്ടാക്കിയെടുക്കാം. ഓക്കെ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവരും ഉണ്ടാക്കുന്നുണ്ടെന്നറിയാം. എല്ലാവരും ഉണ്ടാക്കുന്ന ഒരു പലഹാരമാണിത്. അപ്പോൾ നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഓക്കെ. ഞാനിതിൽ ഒരുപാട് എണ്ണ ഒഴിച്ച് കൊടുത്തില്ല, കുറച്ച് എണ്ണ മാത്രമേ ഒഴിച്ച് കൊടുത്തുള്ളൂ. ഒരു സൈഡൊന്ന് മൂത്തതിന് ശേഷം നമ്മൾ തിരിച്ചിട്ട് കൊടുക്കുമായിരുന്നു. കാരണം
ഒരുപാട് നമ്മൾ റീയൂസ്ഡ് ഓയിലോ വീണ്ടും വീണ്ടും യൂസ് ചെയ്യണ്ടല്ലോ എടുത്തു വെച്ചിട്ട്. അപ്പോൾ അതുകൊണ്ട് കുറച്ചെണ്ണയിൽ തന്നെ ഞാൻ ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ ഇത് ആദ്യത്തെ ഒരു ട്രിപ്പ് കഴിയാറായിട്ടുണ്ട്. ഇത് ആദ്യം ഇട്ടത് ബ്രെഡ് ക്രംസിൽ മുക്കിയതാണ്. അപ്പോൾ ഇത് കോരിയതിന് ശേഷം നമ്മൾ അടുത്ത റവയിൽ മുക്കിയത് ഇട്ട് കൊടുക്കും. ഇതെല്ലാം കോരി കഴിഞ്ഞു. ഇനി അടുത്തത് റവയിൽ മുക്കിയത് ഇട്ട് കൊടുക്കുകയാണ്. ബ്രെഡ് ക്രംസിൽ മുക്കിയത് നല്ല സോഫ്റ്റായിട്ട് കിട്ടി. അതുപോലെ മൈദയിൽ തന്നെ മൂപ്പിച്ചതും നല്ല സോഫ്റ്റായിരുന്നു. പക്ഷെ ഇച്ചിരി റവ മുക്കിയതിനകത്തിൽ പുറത്ത് ഇച്ചിരി നല്ലോണം കട്ടി വന്നിട്ടുണ്ടായിരുന്നു. പുറം നല്ല ക്രിസ്പിയും അതുപോലെ ആകവശം നല്ല സോഫ്റ്റുമായിട്ട് നമുക്ക് കിട്ടും. ഏത്തയ്ക്ക നല്ലോണം വെന്ത് സോഫ്റ്റായിട്ടിരിക്കും. ഈസി ആയിട്ട് എളുപ്പം ഉണ്ടാക്കാൻ കഴിഞ്ഞു. അതുപോലെ മൈദയിൽ ലാസ്റ്റ് ഇട്ടതൊക്കെ നല്ലൊരു കളറ് വന്നതിന് അത് എനിക്ക് തോന്നുന്നു സോഡാപ്പൊടി ഇട്ടുകൊണ്ടാണോ തോന്നുന്നു. സാധാരണ ഞങ്ങളാരും അങ്ങനെ ഇടാറില്ല. പക്ഷേ ചില വീഡിയോസ് കണ്ടതുകൊണ്ടാണ് ഞാൻ അങ്ങനെ സോഡാപ്പൊടി ഇട്ടത്. പക്ഷേ അപ്പോഴത്തേക്ക് പെട്ടെന്നങ്ങ് കളർ ചേഞ്ച് ആവുന്നുണ്ടായിരുന്നു. പക്ഷേ എന്നാലും വെന്ത് നല്ലതായിട്ട് കിട്ടി. അതുപോലെ നല്ല സോഫ്റ്റ് വരുന്നു കേട്ടോ. സോഡാപ്പൊടി ഇട്ടതുകൊണ്ട് എന്താ പറയുന്നില്ലേ, ബണ്ണൊക്കെ ഇരിക്കത്തില്ലേ, അതുപോലെ ഒരു സോഫ്റ്റ്നെസ് അതിൻ്റെ കോട്ടിങ്ങിൽ വന്നിട്ടുണ്ടായിരുന്നു. നല്ല അടിപൊളിയായിട്ട് എനിക്ക് കിട്ടി. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, രണ്ടാമത്തെ ട്രിപ്പും ഒരുവിധം മൂത്ത് വരുന്നുണ്ട്. അപ്പോൾ അതും കൂടെ കോരിയിട്ട് അടുത്ത ട്രിപ്പും കൂടെ ഇതും കോരുകയാണ്. അടുത്തൊരു ട്രിപ്പും കൂടെ നമുക്ക് മൈദയിൽ മുക്കി മൂപ്പിക്കാം. ഇനി അടുത്തത് മൈദയിൽ മുക്കി അങ്ങ് ഇടുകയാണ്. അതെളുപ്പം അങ്ങായി കിട്ടും, മൈദ മാത്രമായതുകൊണ്ട്. ഓക്കെ, അപ്പോൾ ഇത് ആകുമ്പോഴത്തേക്കും നോക്കി നല്ല ചുവപ്പ് കളറും വരുന്നുണ്ട് ഇതിന്. ഇതുണ്ട്, പെട്ടെന്ന് അങ്ങ് ചുവപ്പ് കളറ് വന്നു. ഇത് പെട്ടെന്ന് മൂത്ത് കോരാനും പറ്റും. ഇനി ഇത് ഒരു വശം ഒന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ട് അടുത്ത വശം മൂത്ത് കഴിയുമ്പോൾ പെട്ടെന്ന് കോരുകയാണ്. അപ്പോൾ ഇതും റെഡിയായി. അതും കോരിയെടുത്തു. കുറച്ചുകൂടെ ഉണ്ട്, അത് ഉണ്ടാക്കും. അപ്പോൾ ഇത്രയും ഞാനിത് കാണിച്ചു തരാം ഉണ്ടാക്കിയതിൻ്റെ വ്യത്യാസം. ആദ്യം ഞാൻ കാണിക്കുന്നത് ബ്രെഡ് ക്രംസാണ്. ഇത് മൈദ മാത്രം മുക്കിയതാണ്, ഇത് റവ മുക്കിയതാണ്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു സോ മച്ച്.